നമസ്കാരം. റിയൽ ജോബ്സ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജോബ് വേക്കൻസികളല്ല കേട്ടോ പറയുന്നത്. ഇന്നത്തെ കാലത്ത് ജോബായിട്ട് കൂട്ടാൻ തന്നെ പറ്റുന്ന, നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവമാണല്ലോ യൂട്യൂബ്. അപ്പോൾ യൂട്യൂബിൽ നിന്നും ഇന്ന് ഒരുപാട് പേർ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. വേറൊരു പണിയൊന്നുമില്ലാതെ യൂട്യൂബ് മാത്രം ഒരു ജോബായിട്ട് കണക്ക് കൂട്ടി പോകുന്ന എത്രയോ ആളുകളുണ്ട്. അതിൽ വിജയിച്ചവരുണ്ട്, തോറ്റവരുണ്ട്, പലവിധ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. യൂട്യൂബിൽ നിന്നും കാറ് വാങ്ങി, വീട് വാങ്ങി, അങ്ങനെ എത്രയോ ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഒരു സാധാരണക്കാരന് പണിക്ക് പോയാൽ കിട്ടുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ സ്വപ്നം കാണാൻ പറ്റാത്തത്ര പൈസ യൂട്യൂബിൽ നിന്നും നമുക്ക് എന്തെങ്കിലും കുറച്ച് കഴിവുണ്ടെങ്കിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അവനവൻ്റെ കഴിവുകൾ പരിചയപ്പെടുത്താൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമും കൂടിയാണ് യൂട്യൂബ്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ഒരു അക്കൗണ്ട്, ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റായിട്ട് നമ്മളെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. നമ്മളെ ഫോണിലൊക്കെ ഒരു യൂട്യൂബ് ഉണ്ടാവുമല്ലോ, അത് ഓപ്പൺ ചെയ്യുമ്പോൾ എന്നിട്ട് അതിൽ യു എന്ന് പറഞ്ഞ ഇതിൽ ക്ലിക്ക് ചെയ്യുക. യുയിൽ ക്ലിക്ക് ചെയ്താൽ സ്വിച്ച് അക്കൗണ്ട് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. എന്നിട്ട് മേലെ കണ്ട ഒരു പ്ലസ് ഐക്കൺ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജാണ് വരിക. അപ്പോൾ അതിൽ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. അതിൽ ഫസ്റ്റ് തന്നെ കൊടുക്കാം ഫോർ മൈ പേഴ്സണൽ യൂസ്. എന്താവശ്യത്തിനാണെന്ന് ചോദിക്കുന്നത്, നമുക്ക് പേഴ്സണൽ ആണല്ലോ, അത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് കള്ളിയാണ് വരിക. അതിൽ നമുക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഇനി നമ്മളെ യൂട്യൂബ് ചാനൽ ഏതാണോ അതിൻ്റെ പേരിനെ ഡയറക്റ്റ് നമുക്ക് ഇതിൽ കൊടുക്കാം. ഞാൻ സുമാർ ഒരു പേരാണ് കൊടുക്കുന്നത്, എന്തോ തയ്യൽ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഷുവർ നെയിം എന്തെങ്കിലും അതിൻ്റെ കൂടെ ചേർക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഞാൻ വെറുതെ ഒന്ന് പി എന്ന് കൊടുക്കാണ്ട്, എന്നിട്ട് നെക്സ്റ്റ് അടിക്കാം. ഇനി ഇവിടെ ഡേറ്റ്, മന്ത്, ഇയർ കൊടുക്കാണ്ട്, നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാണ്ട് കേട്ടോ. അപ്പോൾ ഡേറ്റ് വെറുതെ ഞാൻ കൊടുക്കേണ്ട ഓരോന്ന്, നവംബർ, ഇയർ 99 കൊടുക്കണം കേട്ടോ. പിന്നെ ജെൻഡർ ഏതാണെന്ന് വെച്ചാൽ കൊടുക്കാം, മെയിൽ കൊടുക്കാണ്ട്, എന്നിട്ട് നെക്സ്റ്റ് അടിക്കാം. ഇനി ഇതിൽ കണ്ടോ കുറച്ച് ജിമെയിൽ ഐ ഡികൾ വന്നിട്ടുണ്ട്. ആദ്യം ജിമെയിലാണ് യൂട്യൂബിന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇതിൽ ഓട്ടോമാറ്റിക്കലി കുറച്ച് നമ്മൾ അടിച്ച തയ്യലിന് അടിച്ചല്ലോ, അതിൽ തയ്യൽ പി ഷുവർ നെയിം എന്ന് പറഞ്ഞിട്ട് വന്ന് അതിൽ പി അടക്കം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും സെലക്ട് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് വേറെ നമ്മളെ ഇഷ്ടത്തിന് അടിച്ചുണ്ടാക്കണമെങ്കിൽ മൂന്നാമത്തെ കണ്ടോ ഈ ക്രിയേറ്റ് ഓൺ ജിമെയിൽ അഡ്രസ്സ്, അതിൽ കൊടുത്തിട്ട് നമുക്ക് അടിച്ചുണ്ടാക്കാവുന്നതാണ്. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് അടിക്കാം. എന്നിട്ട് നമുക്കൊരു സ്ട്രോങ് പാസ്വേഡ് ഇവിടെ കൊടുക്കണം. അപ്പോൾ എന്തെങ്കിലും ഒരു പാസ്വേഡ് ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ തൽക്കാലം ഒരു പാസ്വേഡ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഒരു അക്കൗണ്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതിൽ യെസ് ഐ ആം ഇൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ തയ്യൽ പി എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ജിമെയിലിൽ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് അടിക്കാം. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഐ അഗ്രി എന്ന് പറഞ്ഞിട്ട് അടിക്കാം. അപ്പോൾ ലോഡിങ് ആവുന്നുണ്ട് കാണാം. ഇപ്പോൾ നമ്മളെ ഇങ്ങനെ ഒരു പേജിൽ ഒരു യൂട്യൂബ് അക്കൗണ്ട് ഓപ്പൺ ആയിട്ടില്ല, ഒരിത് ശരിയായി വന്നിട്ടുണ്ട്. നമ്മളെ പേരിലുണ്ടാക്കിയാൽ യൂട്യൂബ് തുറക്കാൻ പറ്റില്ലോ, അതുപോലെയുള്ളതിലാണ് വന്നത്. ജിമെയിൽ അക്കൗണ്ട് വഴി യൂട്യൂബിൽ കയറാൻ പറ്റുന്നുള്ളൊരവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ വന്നത്. യൂട്യൂബ് ഉപയോഗിക്കാൻ പറ്റുന്നുള്ള അവസ്ഥ. ഇനി നമുക്ക് ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു മെനു വന്നു കഴിഞ്ഞാൽ താഴെ യു എന്ന് പറഞ്ഞ ഇതിൽ പിന്നെയും പോവുക. എന്നിട്ട് ഈ കണ്ടോ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ തയ്യൽ പീൻ്റെ അടിയിൽ, അതിൽ കൊടുക്കുക. എന്നിട്ട് നമുക്കിവിടെ ഫോട്ടോ ക്ലിക്ക് ചെയ്യാൻ പറ്റും, ഗാലറിയിലുള്ള ഫോട്ടോ വെക്കാൻ പറ്റും. ഇതിൽ പിന്നെ നെയിം കണ്ടോ, അതിൽ ഈ പെൻസിൽ കൊടുത്ത ചെയ്താൽ നമുക്ക് പേര് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ഹാൻഡിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ ഹാൻഡിൽ എന്ന് പറഞ്ഞത് നമ്മൾ ഒരാളെ വീഡിയോ കാണുമ്പോൾ അയാളെ ചാനലിൻ്റെ പേര് വീഡിയോൻ്റെ സൈഡിൽ എഴുതി കാണിക്കുമല്ലോ, ഹെഡിങ്ങും വീഡിയോൻ്റെ തലക്കെട്ടും ഹെഡിങ്ങും ഒക്കെ, അതിൽ ചാനലിൻ്റെ പേരുണ്ടാവുമല്ലോ, ആ ചാനലിൻ്റെ പേര് കറക്റ്റായിട്ട് വരിക ഈ ഹാൻഡിൽ എന്നുള്ള ഇതിൽ നമ്മളെന്താണോ ടൈപ്പ് ചെയ്യുന്നത് അതാണ് പുറമുള്ളവർക്ക് കാണാൻ പറ്റുക.
അപ്പോൾ ഇത് കറക്റ്റാക്കി എഴുതുക, മറ്റേലും കറക്റ്റാക്കി എഴുതണം. എന്നിട്ട് ക്രിയേറ്റ് ചാനൽ എന്നുള്ളത് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ നമ്മളെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ പറ്റും. നമുക്കിതിൽ വീഡിയോസും കാര്യങ്ങളും നമ്മളെ കലാപരമായ കഴിവുകളോ ഒക്കെ ഇതിൽ വീഡിയോ ആയിട്ട് ഇടാൻ പറ്റുന്നതാണ്. ഡാൻസ് ഇടാം, പാട്ടിടാം, എന്ത് വേണമെങ്കിലും നമുക്ക് വീഡിയോ ആയിട്ട് ഇടാൻ പറ്റുന്നതാണ്. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വ്യൂസ് കൂടുന്നതാണ്. അങ്ങനെ വ്യൂസ് കൂടിയാൽ നമുക്ക് വരുമാനവും കിട്ടി തുടങ്ങുന്നതാണ്. നല്ല വ്യൂസ് ഉണ്ടെങ്കിൽ നല്ല വരുമാനം നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പ്ലസ്സിൽ അങ്ങനെ ക്യാമറ ലൈവായിട്ട് വേണമെങ്കിലൊക്കെ ഇടാം. പിന്നെ ഗാലറിയിൽ പോയി ഈ ഇടത് ഭാഗത്തുള്ളത് കണ്ടോ, ഗാലറിയിൽ പോയിട്ട് ഗാലറിയിൽ നിന്ന് എടുത്ത് സെറ്റ് ചെയ്ത് വെച്ച വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇത് ഷോർട്ടാണ് കേട്ടോ. വീഡിയോ ആക്കണമെങ്കിൽ വീഡിയോ ക്ലിക്ക് ചെയ്യാം. ഗാലറിയിലുള്ള വീഡിയോസാണ് പോകുന്നത്. അങ്ങനെ ഒക്കെ ചെയ്ത് നമുക്ക് യൂട്യൂബ് ചാനൽ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതിന് കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്, അതൊക്കെ ഇതിലല്ല, യൂട്യൂബിൽ നിന്നുള്ള സൈറ്റിലല്ല, ആപ്ലിക്കേഷനിലല്ല ചെയ്യുക, വെബിൽ പോയിട്ട് ചെയ്യണം. ഇനി ഗൂഗിൾ ക്രോമിലൊക്കെ പോയിട്ട് youtube.com എന്ന് അടിച്ചിട്ട് പേജ് വരുമല്ലോ, അങ്ങനെ പേജിൽ പോയിട്ടാണ് സെറ്റിങ്സ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയാണ് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു എളുപ്പമായിട്ടുള്ളൊരു മാർഗ്ഗം. അപ്പോൾ ഇങ്ങനെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി വെക്കാം. ബാക്കി ഭാഗങ്ങൾ സെറ്റിങ്സൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ എന്താ പറയുക, നല്ല ലെങ്ത്തായി വരേണ്ട വീഡിയോ. ഞാൻ ചെറിയ വീഡിയോ ഇട്ടിട്ട് തന്നെ ആരും ഫുള്ളായിട്ട് കാണണമെന്നില്ല. അപ്പോൾ ഇനിയും ലെങ്ത് ആയാൽ ചിലപ്പോൾ എന്താ പറയുക, തീരെ കാണില്ല. അപ്പോൾ എൻ്റെ വീഡിയോനെ അത് ബാധിക്കും. തീരെ കണ്ടില്ലെങ്കിൽ ഇമ്പ്രഷൻ ഒക്കെ കുറഞ്ഞു കഴിഞ്ഞ് പിന്നെ കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ പോകില്ല. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇനി കൂടുതൽ സെറ്റിങ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ബാക്കിയായിട്ടൊരു വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും കമൻറ്റും എല്ലാം ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. ബൈ.